ചേച്ചി ഞാൻ എപ്പോഴും വിചാരിക്കും, ചോദിക്കണമെന്ന് വിചാരിക്കും, എന്ന് പോലെ ചേച്ചി ഇത്രയും വലിയ പൊട്ടിടുന്നത്? ഓ, അതൊരു വലിയ കഥയാ, പറയണോ? പിന്നെ ആ കഥ കേട്ടുകൊണ്ടായിരിക്കാം നമ്മൾ ഏതിനൊരു ഒരു ഒരു ട്രിവ്യ. ഞാന് കുട്ടിക്കാലം മുതലേ സംഗീതം പഠിച്ചു എന്നുള്ളത് അറിയാമല്ലോ. 5 വയസ്സ് മുതൽ പൊൻകുന്നത്താണ് ആദ്യത്തെ അഭ്യാസം. അപ്പോൾ അച്ഛൻ വലിയ സംഗീതജ്ഞാനിയായിരുന്നു, പക്ഷെ പഠിച്ചിട്ടില്ല. അപ്പോൾ അച്ഛൻ ഈ പഴയ MK ത്യാഗരാജ ഭാഗവതർ, ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ പാടി കേട്ടാണ് ഞാൻ വളർന്നത് തന്നെ. അപ്പം ഈ പൊൻകുന്നത്ത് മൈലാകാവുങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. 6.5 ഏക്കർ സ്ഥലത്തിൻ്റെ നടുക്കൊരു വീട്, ഇലക്ട്രിസിറ്റി ഇല്ല, ചാണകമൊക്കെ മെഴുകിയ വീട്. അപ്പം അച്ഛന് പൊൻകുന്നത്താ ഒരു ചെറിയ കടയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ എന്നെ കൊണ്ടുപോകും. ചേച്ചിയാണ് മൂത്തത്? ഞാനാണ് മൂത്തത്, സീനിയർ. അവിടെയും സീനിയർ മോസ്റ്റ്. എനിക്ക് വയ്യ ഒരിടവും വിട്ടുകൊടുക്കില്ലെന്ന്. അപ്പോൾ എന്തോ ഒരു ശബ്ദം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഒരു ഇൻസ്ട്രുമെന്റ്. ഒരു കുട്ടി പാടുന്നുണ്ട്. പിന്നീട് മനസ്സിലായി ആ കുട്ടി അപശ്രുതിയാണ് പാടിയിരുന്നു. ഓ ശരി ശരി. അപ്പോൾ ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കത് കാണണം പറഞ്ഞു. അങ്ങോട്ട് പോയി നോക്കിയപ്പോൾ ഇങ്ങനെ ഹാർമോണിയം നിന്ന് വായിക്കുകയാണ് ഗുരു. അപ്പം എനിക്കത് വേണമെന്നായി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അയ്യോ ഇപ്പം എൻ്റെ അടുത്ത് കാശൊന്നുമില്ല, ഒരാഴ്ച കഴിയട്ടെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ ഹാർമോണിയം വാങ്ങിച്ചുകൊണ്ട്. ചേച്ചിയുടെ ഭാഗ്യം സംഗീതത്തിൽ അത്രയും അറിവുള്ളൊരു ആളായതുകൊണ്ടാണ് അന്ന്. ഇല്ലെങ്കിൽ പൈസ ചെലവുള്ളൊരു കാര്യം അന്നത്തെ കാലത്തൊന്നും മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു അല്ലേ? അതെ 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 അതെ. അപ്പോൾ അവിടുത്തെ ഒരു ഗുരുവിനെ ദക്ഷിണ കൊടുത്ത് സംഗീതത്തിന് ഇരുത്തി 5-ാമത്തെ വയസ്സിൽ. ഇരിക്കാൻ പഠിച്ചതിനൊപ്പം പാട്ടും കൂടെ പഠിക്കും. അപ്പോൾ അച്ഛൻ്റെ ജ്ഞാനം എനിക്കും ശരിക്കും പറഞ്ഞാൽ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ പഠിക്കാനിരുന്നു. അപ്പോൾ ഏതാണ്ടൊരു 9 വയസ്സ് വരെ പൊൻകുന്നത്തായിരുന്നു. അത് കഴിഞ്ഞ് സംഗീതം പഠിക്കാൻ വേണ്ടി തന്നെ ചങ്ങനാശ്ശേരി. അപ്പൊ സംഗീതം പഠിക്കാൻ എന്നുള്ള മാത്രം ഇതാണ്, അതിനുവേണ്ടി മാത്രം. അയ്യോ, അത് എത്ര വലിയ ഭാഗ്യ. കാര്യം ഇന്നാണ് പേരൻസ് സ്കൂളിനടുത്ത് സ്വന്തം വീട് കൊണ്ടുപോകുന്നതും അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി. അത് അന്നത്തെ കാലത്ത് അച്ഛൻ ആദ്യം ഒരു പ്രണാമം. അപ്പോൾ LPR വർമ്മ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിനൊരു സംഗീത വിദ്യാലയം ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയി അദ്ദേഹത്തിന് ദക്ഷിണയൊക്കെ കൊടുത്ത് സംഗീതം പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഏതാണ്ട് 8-9 വയസ്സേ ഉള്ളൂ. 11-ാമത്തെ വയസ്സിൽ അരങ്ങേറ്റം നടന്നു. അപ്പോഴേതാണ്ട് ഒരു 3-4 ഗുരുക്കന്മാരായി. കൊച്ചു കവിയൂര് NSS സ്കൂളിൻ്റെ മൈതാനം അങ്ങ് ഫുള്ളായി. ഈ ക്രൗഡിനെ നോക്കിയപ്പോൾ പേടിയുണ്ടായി? എനിക്കങ്ങനെ ഒരു കാര്യം അറിയില്ല. അപ്പോൾ ഒന്നും അറിയില്ലല്ലോ, വലിയ വിവരമൊന്നുമില്ലല്ലോ. അത് അങ്ങോട്ട് തകർത്തങ്ങോട്ട് പാടി. എൻ്റെ വിചാരം ഞാൻ MS സുബ്ബലക്ഷ്മി. തകർത്തടിച്ച വിചാരം വരാൻ അതാണ് പാടി. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, ഭയങ്കര കൈയടിയും കെട്ടിപ്പിടുത്തവും അനുഗ്രഹങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി. അപ്പം അന്ന് കവിയൂർ രേവമ്മ എന്ന് പറഞ്ഞിട്ട് വേറൊരു പാട്ടുകാരി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു സ്ഥലത്തെ ഒരു പ്രധാനി സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, കവിയൂർ നമ്മുടെ നാടിന് അഭിമാനമായ രേവമ്മയെ പോലെ, കവിയൂർ രേവമ്മയെ പോലെ നമ്മുടെ കൊച്ചു പൊന്നമ്മയും കവിയൂർ പൊന്നമ്മ എന്ന പേരിൽ അറിയാനിടയാവട്ടെ, അവൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. അപ്പോൾ 11-ാമത്തെ വയസ്സിൽ കിട്ടിയതാണ് ഈ കവിയൂർ പൊന്നമ്മ എന്നുള്ള പേര്. പിന്നെ നാടകത്തിൽ വന്നപ്പോൾ പ്രശ്നമില്ല, കവിയൂർ പൊന്നമ്മ എന്നൊക്കെ തന്നെ ഇട്ടു. സിനിമയിൽ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, അന്ന് ആറന്മുള പൊന്നമ്മയുണ്ടല്ലോ, ആറന്മുള പൊന്നമ്മയുണ്ട്. അപ്പോൾ ഒരു വയസ്സായ ആൾക്കാരുടെ ഒരു ഇത് തോന്നിക്കുന്നു, അത് പേരൊന്ന് മാറ്റുമോ എന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല, എൻ്റെ അച്ഛനും അമ്മയും ഇട്ട പേരാണ്. അന്ന് ഭയങ്കര കളറായിരുന്നു അത്ര എനിക്ക് കുട്ടിക്കാലത്ത്, കുഞ്ഞില്. ഞാനത് കറക്റ്റ് ഇന്ന് മോശം ഒന്നുമല്ല, അയ്യോ ഞാൻ മാറ്റി, ഞാനത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊന്നിൻ്റെ നിറമായത് കൊണ്ടാണ് അത്രേ എൻ്റെ അമ്മൂമ്മ പൊന്നമ്മ എന്ന പേരിട്ടത്. അപ്പോൾ ഞാൻ കവിയൂർ NSS തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ സ്കൂൾ വിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ പുറകെ ഒരു അംബാസഡറിലേ ഉള്ളൂ എന്ന് ഫോളോ ചെയ്ത് വരുന്നു. എനിക്ക് ആകെ പേടിയായി. ഇവരെന്താണ്, ഞാൻ നടക്കുന്ന വേഗത്തിലാണ് ഇവർ പിന്നാലെ. ആകെ പേടിച്ച് ഞാനിങ്ങനെ, അപ്പോൾ ഇത്തരം കുറച്ച് സ്റ്റെപ്പ് കയറണം വീട്ടിലെ. ഓടി കയറി അമ്മയുടെ അടുത്ത് കാര്യം പറയാൻ നോക്കുമ്പോൾ ഈ പാർട്ടീസ് എല്ലാം കൂടി കയറി വരുന്നു. അപ്പം അച്ഛന് മനസ്സിലായി തോപ്പിൽ ബാസി, പരൂർ ദേവരാജൻ ഈ ഗ്രൂപ്പാണ്. വേറെ 2 പേരും കൂടി ഉണ്ടായിരുന്നു, ശങ്കരാടി. അപ്പോൾ ഇവർ എൻ്റെ അരങ്ങേറ്റത്തിന് എന്തോ കണ്ടിരുന്നു പാടുന്നതൊക്കെ. അപ്പോൾ എന്നെ നാടകത്തിൽ പാടാൻ വിളിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അന്ന് വാസിയാശാൻ ഈ മൂലധനം നാടകം എഴുതി. അപ്പോൾ അതിൽ പാടാനായിട്ട് അപ്പം അച്ഛന് ഭയങ്കര ഇതായി, മോള് ഇനിയും ഫേമസ് ആവുമല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു അതിനെന്താ. അത് അച്ഛൻ്റെ പ്രതികരണം. അമ്മ എങ്ങനെയാണ്? അമ്മ കണ്ടിച്ചാടുമെന്ന് വരേക്കും പറഞ്ഞു. അഭിനയിക്കാൻ പോയാൽ പിന്നെയും അന്നത്തെ കാലത്ത് പേരൻസിനെ കൺവിൻസ് ചെയ്യാന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു മനസ്സിലാക്കി, എടീ ഞാൻ ആർക്കും കിട്ടാത്തൊരു സൗഭാഗ്യമാണ്, നീ എന്തിനായി കിടന്നി ചാടുന്നു. കുഞ്ഞിനൊരു നല്ലത് വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. പാവം പിന്നെ അങ്ങോട്ട് പഴയ 4ാം ക്ലാസ്സുകാരിയോ ഒന്നും അറിഞ്ഞുകൂടാ, മക്കളെയൊക്കെ പ്രസവിച്ചു എന്നല്ലാണ്ട് ഒരു വിവരവും ഇല്ലാത്തൊരു പാവം സ്ത്രീ. നാടകം അന്നത്തെ കാലത്ത് 3 മാസമൊക്കെ റിഹേഴ്സൽ. ഇപ്പോഴത്തെ മാതിരി ടേപ്പ് വെച്ചു അതും ഒന്നും അല്ലല്ലോ. അപ്പം ഞാൻ പാട്ടുകളൊക്കെ, അപ്പോൾ എന്തോ ദേവരാജ മാഷ് എനിക്ക് ക്ലാസിക്കൽ ടച്ചസ് ഉള്ള പാട്ടുകളായിരുന്നു കൂടുതലും. റിഹേഴ്സൽ ഏതാണ്ട് തുടങ്ങി, നായികയെ കിട്ടിയില്ല. അന്വേഷിച്ച് മടുത്തു കഴിഞ്ഞ് എല്ലാവരും കൂടി പുറപുറ പറയാൻ തുടങ്ങി, കൊച്ചിനെ കൊണ്ട് അഭിനയിപ്പിച്ചാലോ. അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛന് സന്തോഷം. അച്ഛൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പേടിച്ച് കരഞ്ഞ്. ഞാൻ സിനിമ കണ്ടിട്ടില്ല, നാടകം കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ എങ്ങനെയാ? അപ്പോൾ ഞാൻ പേടിച്ച് കരഞ്ഞു. അപ്പം ബാസിയാശൻ വന്ന് പറഞ്ഞു, എടി കൊച്ചേ, ഈ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ മഹാകാര്യമൊന്നുമല്ല, ഞാൻ കാണിച്ചു തരുന്ന നീ അങ്ങോട്ട് ചെയ്താൽ മതി. അപ്പോൾ പുള്ളി കാണിച്ചു തരുന്ന പോലെയൊക്കെ കാണിച്ചു. എങ്കിലും ഒരു അഭിനേത്രി എന്ന നിലയ്ക്ക് ഞാൻ ഒന്നും അല്ലായിരുന്നു എന്നെനിക്കറിയാം. പക്ഷെ സംഗീതം കയ്യിൽ കൊണ്ടാണല്ലോ പോയത്. അതെ, ഇതൊക്കെ കഴിഞ്ഞു, എന്നെ സെലക്ട് ചെയ്തു, അഭിനയിക്കാൻ തുടങ്ങി. സ്റ്റേജ് ചെയ്യാനുള്ള ഒരു സമയമായി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിനയത്തിലെ ഗുരു തോപ്പിൽ ബാസിയാണ്. മനസ്സിലായോ? അഭിനയം പഠിപ്പിച്ച് തന്നത് ഞാൻ പഠിച്ചില്ലെങ്കിലും ഹരിശ്രീ തീർച്ചയായിട്ടും. പിന്നെ അന്ന് സ്റ്റേജ് ചെയ്യുന്ന ദിവസം മേക്കപ്പിന് പൊട്ടൊക്കെ വെച്ച് തന്നു. ഈ അഭിനയിക്കാൻ പോയപ്പം ചേച്ചി പൊട്ടൊക്കെ ഈ വലിയ പൊട്ട് വെച്ചാണോ പോയത്? അഭിനയിക്കാൻ പോയപ്പോൾ പൊട്ട് വെച്ചു. കാരണം ഇത് ഞാൻ സംഗീതം എൻ്റെ ജീവനാണ്, അറിയാമല്ലോ. അപ്പോൾ എനിക്ക് 8 വയസ്സേ ഉണ്ടാവുള്ളൂ. MS സുബ്ബലക്ഷ്മി കേട്ടിട്ടുണ്ടോ? വെങ്കടേശ സുപ്രഭാതമൊക്കെ പാടിയ. അപ്പം കോട്ടയം തിരുനക്കര മൈതാനത്ത് കച്ചേരി ഉണ്ടെന്ന് പറഞ്ഞ അച്ഛൻ കച്ചേരിക്ക് കൊണ്ടുപോയി. അപ്പോൾ അത് വലിയ വലിയ ആൾക്കാരൊക്കെ വരുമ്പോഴൊക്കെ കച്ചേരി കേൾക്കാൻ കൊണ്ടുപോകും. അതിനൊന്നും യാതൊരു ദാക്ഷിണ്യവുമില്ല. ഞാനവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു തങ്കവിഗ്രഹം നടന്നു വന്ന് സ്റ്റേജിലിരുന്നു. എൻ്റെ അമ്മയെ കണ്ണ് ചിമ്മിപ്പോയി, കണ്ണടിച്ചു പോയി എന്നൊക്കെ ഇന്നത്തെ ഭാഷയിൽ. വൈരക്കമ്മൽ, വൈര നെക്ലസ്, വൈര വളകൾ, പട്ടുസാരി ഇങ്ങനെ പുതച്ചിരിക്കുക. അവിടെ വന്ന് നമസ്കാരം പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എന്തൊക്കെയാ ചിന്തിച്ചെന്ന് എനിക്കറിയില്ല.
ദൈവമേ എനിക്ക് നാളെ ഇങ്ങനെ ആവാൻ പറ്റണേ. അങ്ങനെയാണ് അന്ന് പുള്ളിക്കാരി പാടി. അപ്പോൾ ഞാൻ പാട്ട് ശ്രദ്ധിക്കുന്നതിനേക്കാളേറെ പുള്ളിക്കാരിയുടെ ഓരോ കാര്യങ്ങളിങ്ങനെ ശ്രദ്ധിച്ചു. അങ്ങനെയാണ് പൊട്ടിൽ വന്നു നിന്നത്. പൊട്ട് നോക്കിയപ്പോഴത്തേന് വലിയ പൊട്ടൊരു ഭയങ്കര ഐശ്വര്യത്തിൻ്റെ ലക്ഷണമായിട്ട് എനിക്ക് തോന്നി. അന്ന് മുതൽ ഏതാണ്ട് വലിയ പൊട്ട് തൊടാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് 1.5 വർഷമേ ആയിട്ടുള്ളൂ. എല്ലാവരും വിചാരിക്കില്ലേ നമ്മൾ അങ്ങാരും മരിച്ചു പോയിട്ട് വലിയ പൊട്ടുമൊക്കെ തൊട്ട് വലിയ ഇതായിട്ട് നടക്കണമെന്ന്. അപ്പം ഞാൻ എൻ്റെ നാത്തൂനോട് പറഞ്ഞു, അങ്ങനെ ആൾക്കാർ വല്ലതും പറയുമോ? ഞാൻ നിങ്ങളതൊന്നും നോക്കണ്ട, നിങ്ങൾ പൊട്ട് തൊട്ടോ, നിങ്ങൾ പൊട്ടില്ലെങ്കിൽ നിങ്ങളെ ആരറിയാൻ. അതാ, അത് മാത്രമല്ല നമ്മുടെ സന്തോഷവും സമാധാനവും എന്താണ് നമുക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നത് നമ്മൾ തന്നെയാണ്. ചേച്ചിയുടെ സർട്ടിഫിക്കറ്റ് ചേച്ചി തന്നെയാണ് ചേച്ചിക്ക് നൽകുന്നത്, അല്ലാതെ വേറെ ആരെങ്കിലും ഒരു പേപ്പർ കഷ്ണം ചേച്ചിക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ പൊട്ടിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരികയാണ്. അത് എന്നും കണ്ടിന്യൂ ചെയ്യണം, അതാണ് ഐശ്വര്യം.